കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പ്രൈമറി കെയർ ഗീവേഴ്സിനെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ അവരെക്കുറിച്ചൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വേണം. നമുക്ക് ആളുകളെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കും. അവരെ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് കൃത്യമായിട്ട് വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ജോലികളെക്കുറിച്ചും കൃത്യമായിട്ട് സംസാരിക്കണം. കുഞ്ഞിനെ നമ്മൾ അവരെ ഏൽപ്പിച്ചു പോകുന്നതായതുകൊണ്ട് അവരുടെ വൃത്തിയും വെടുപ്പും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ശരീരശുദ്ധിയും കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലും കുഞ്ഞുങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം നല്ല ഹൈജീനിക് ആയിട്ട് ചെയ്യുന്നവരായിരിക്കണം. ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കണം. രാവിലെ എത്ര സമയത്ത് വരുന്നു, എത്ര മണി മുതൽ എത്ര മണി വരെയുള്ള ആണ് ഇവർ നിൽക്കുന്നത്, അവരുടെ ലീവുകൾ, വീക്ക് ഓഫുകൾ, അവർ പെട്ടെന്ന് ലീവ് വിളിച്ച് പറയാൻ പാടില്ല. എമർജൻസീസ് അല്ലെങ്കിൽ സിക്ക് ലീവ്സ് മാത്രമാണ് പറ്റുകയുള്ളൂ എന്നുള്ള നമ്മുടെ കണ്ടീഷൻസും കാര്യങ്ങളും വ്യക്തമായിട്ട് സംസാരിക്കുകയും ചെയ്യണം. അവരെക്കുറിച്ച് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ റുട്ടീൻ ആക്ടിവിറ്റീസിൽ നമ്മളൊരു റുട്ടീൻ ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞിനും അത് കംഫർട്ടബിൾ ആയിരിക്കും. ആ കുഞ്ഞിൻ്റെ റുട്ടീൻ ആക്ടിവിറ്റീസ്, സ്ലീപ്പ്, അവരുടെ കളികൾ, കളിപ്പാട്ട സാധനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം അവരോട് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഓൾറെഡി കുഞ്ഞിനൊരു എസ്റ്റാബ്ലിഷ്ഡ് റുട്ടീൻ ഉണ്ടെങ്കിൽ ആ റുട്ടീൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കുഞ്ഞിന് കൊടുക്കേണ്ട ഭക്ഷണത്തിനെ കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക. ഡയറ്റ് ചാർട്ട് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അവർക്കും കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. കുഞ്ഞിൻ്റെ തുണി സാധനങ്ങൾ അവരാണോ കഴുകേണ്ടത്, അവർക്ക് ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, ജോലികൾ എന്തെങ്കിലും അവർ ചെയ്യുമോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ചില ആൾക്കാർ സ്പെസിഫിക്കലി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുണ്ടാവുള്ളൂ. അപ്പോൾ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് അവർ ചെയ്യില്ല എന്നുള്ളതാണെങ്കിൽ അവരോടത് പ്രോപ്പറായിട്ട് സംസാരിക്കേണ്ടതാണ്. കുഞ്ഞിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും കൊടുക്കുന്ന കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസും കൂടി ചെയ്യുന്ന തരത്തിലുള്ള മെയ്ഡാണെങ്കിൽ ഈ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ സുരക്ഷ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞിനെ അൺഅറ്റൻഡഡ് ആയിട്ട് ഇരുത്താൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അൺഅറ്റൻഡഡ് ആയിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടം വന്നു കഴിയുമ്പോൾ പിന്നീട് അവർ നമുക്ക് തമ്മിലൊരു സംസാര പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് അവരെയും കുഞ്ഞിനെയും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോണിറ്റേഴ്സ് ഒക്കെ വെക്കുകയും ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ തുണികളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ ഹൈജീനിക് ആയിട്ട് ചെയ്യണം. ഫോൾഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ, കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ. കുഞ്ഞിനിപ്പം ചില ആൾക്കാർ പാസിഫയേഴ്സ് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് അൺഅറ്റൻഡഡ് ആയിട്ട് വെക്കരുത്. കുഞ്ഞിൻ്റെ ബോട്ടിൽസ് യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ബോട്ടിൽസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ബോട്ടിൽ സ്റ്റെറിലൈസേഴ്സ് എങ്ങനെ ഉപയോഗിക്കണം, ഫോർമുല മിൽക്ക് കൊടുക്കുന്നവരാണെങ്കിൽ ഫോർമുലയുടെ പ്രോപ്പർ ഡൈലൂഷൻ, തോന്നിയ വെള്ളത്തിൽ തോന്നിയ എമൗണ്ടിൽ പൊടി കലക്കാതെ കൃത്യമായിട്ട് എടുക്കേണ്ടത്. കുപ്പി യൂസ് ചെയ്യുന്നതിന് മുമ്പ് കൈ ഹാൻഡ് വാഷ് ചെയ്തതിനു ശേഷം ആ പൊടി ഈവൻ നമ്മൾ നനഞ്ഞ സ്പൂണിട്ട് എടുക്കേണ്ട രീതികൾ, കുറുക്കുകൾ ഉണ്ടാക്കേണ്ട രീതികൾ, അവരുടേതായ പ്രാക്ടീസസ്, അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസസ് കുഞ്ഞിനെ പഠിപ്പിക്കാതിരിക്കാനായിട്ട് ഈവൻ കുഞ്ഞിൻ്റെ തുണികൾ ഫോൾഡ് ചെയ്ത് എല്ലാം വൃത്തിയിൽ കഴുകി ഫോൾഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. പക്ഷേ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരാളായിരിക്കണം. ട്രസ്റ്റ് വർത്തി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുഞ്ഞിനോട് സ്നേഹമുള്ള ആൾ. പല വർക്കിംഗ് മദേഴ്സും ഈ കെയർ ഗീവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ജോലി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ഒന്നും ആകണമെന്നില്ല. അപ്പം ഇവരോട് പ്രത്യേകമായിട്ട് പറയേണ്ടത് ഇവരുടെ ഓഫ് ഡേയ്സ് കൃത്യമായിട്ട് അവരോട് സംസാരിച്ചിരിക്കണം. അവരുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് എമർജൻസി ലീവ് വിളിച്ച് പറയരുതെന്ന് പ്രത്യേകം പറയണം. അത്രയ്ക്ക് അത്യന്താപേക്ഷിതമായ കാര്യമല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വർക്കിനെയും നമുക്ക് ഓവർ സ്ട്രെസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സിക്ക് ലീവ്സ് ഒക്കെ നമ്മൾ അക്സെപ്റ്റബിൾ ആണ്. അതോടൊപ്പം ഇവർ ഫോൺ യൂസ് ചെയ്യുന്നത്, കുഞ്ഞിനെ കളിപ്പിക്കാൻ ഇരുത്തിയിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കുഞ്ഞ് അൺഅറ്റൻഡഡ് ആവാതെ പോകരുത്. അവരോട് പറയണം ഫോൺ യൂസ് ചെയ്യാം എമർജൻസി കാര്യങ്ങൾക്ക്. പക്ഷേ ഏത് നേരം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഫോണിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അത് പറ്റില്ല എന്ന് വ്യക്തമായിട്ട് പറയണം. അതോടൊപ്പം പുറത്തുനിന്ന് നിങ്ങളുടെ പ്രസൻസിൽ അല്ലാതെ പുറത്തുനിന്ന് ഇവരെ അന്വേഷിച്ച ആൾക്കാർ വരിക, ഇവർ പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പോവുക, കുഞ്ഞിനെ ഉറക്കി കെടുത്തിയതിനു ശേഷം ഇവർ പുറത്ത് പോവുക, സാധനങ്ങൾ വാങ്ങിക്കുക. അങ്ങനെ വീടിന് പുറത്ത് കുഞ്ഞിനെ അൺഅറ്റൻഡഡ് ആയിട്ട് കിടത്തിയിട്ട് പോകാൻ ഒന്നും പാടില്ല എന്നുള്ളത്, പുറത്തുനിന്ന് നിങ്ങളുടെ ആബ്സൻസ് വീട്ടിൽ വേറൊരാൾ വരാനും പാടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം അവരുടെ ഫുഡ് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുകയാണോ അവർ കൊണ്ടുവരികയാണോ എന്നുള്ളത്, സാലറീസ്. അതോടൊപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമുക്ക് പരിചിതമില്ലാത്ത ആൾക്കാർ നമ്മുടെ വീട്ടിൽ പെരുമാറുമ്പോൾ നമ്മൾ അവർക്ക് ഒരു കള്ളത്തരം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതെ വാല്യുബിൾസ് എല്ലാം, ഏറ്റവും വലിയ വാല്യുബിൾ നമ്മുടെ കുഞ്ഞ് തന്നെയാണ്, സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക.